തിരുവനന്തപുരം ചാക്കയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ ഒളിവിൽ. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും തിരഞ്ഞിട്ടും IB ഉദ്യോഗസ്ഥനായ സുകാന്ത് സുരേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സുകാന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് യുവാവ് 3 ദിവസം IBയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. ആഹാരം കഴിക്കാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയിലേക്ക് സുഹൃത്ത് സുകാന്ത് സാമ്പത്തികമായി മകളെ ചൂഷണം ചെയ്തുവെന്ന് പിതാവ് ആരോപിക്കുന്നു. മാസം തോറും കിട്ടുന്ന ശമ്പളം പൂർണ്ണമായും മകൾ അയാൾക്ക് നൽകി. പോലീസിലേക്ക് തെളിവുകൾ കൈമാറിയതോടെ മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുകാന്ത് ഒളിവിൽ പോവുകയായിരുന്നു. അവരുടെ വീട്ടിലെ CI അന്വേഷിച്ചിട്ട് ആള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇതുവരെ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ ഒരു എവിഡൻസ് അവർക്ക് കൊടുത്തതിന് ശേഷം ഒരു പുരോഗതിയും ഇല്ല. അപ്പൊ അവര് അല്പം കൂടെ ഊർജിതമായിട്ട് അന്വേഷണം നടത്തണം. അത് അവർ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോട് പറയില്ല. IB ആയതുകൊണ്ട് അവരുടേത് എങ്ങനെയാണ് പോകുന്നത് നമ്മളോട് പറയില്ല. അവരുടെ നിരീക്ഷണത്തിലാണ്, അപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അവിടെ പോയി, അതായത് അവരുടെ ഓഫീസിൽ പോയി ആണ് പരാതി കൊടുത്തത്. ആ സമയത്ത് അവര് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വരാനുണ്ട്. എന്നിട്ടും പുരോഗതി ഇല്ലെങ്കിൽ നമ്മൾ ഇവരെ എല്ലാം സമീപിക്കുന്നതാണ്. അവന്റെ സ്വഭാവം അല്പം മോശമാണെന്നാണ് പറഞ്ഞത് അവരുടെ കൊച്ചിയിലുള്ള അന്വേഷണത്തിൽ. സുകാന്തിന് വേറെയും ബന്ധങ്ങൾ ഉള്ളതായി സുഹൃത്തുക്കൾ IBയോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ IBയും അന്വേഷണം നടത്തുന്നുണ്ട്. സുകാന്ത് സുരേഷിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ കുടുംബത്തെ സന്ദർശിച്ചു. IBയും പോലീസും ശക്തമായ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.